എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളം എന്തൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോഴും ഈ ജെൻഡർ സെക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അത്ര ഓപ്പൺ അപ്പ് ചെയ്യാൻ തയ്യാറല്ല. ഗൾഫിൽ ഞാൻ ചെന്നിട്ട് ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം തന്നെ പറയാം. ആദ്യം സെയിൽസ് പ്രൊമോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ എനിക്കും കൂടെ വേണം, നീ അതൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ മോനോട് പറയാം നീ അവിടെ പോയിരുന്ന് കഴിക്കടാന്ന് പറയാം. അതൊരു എനിക്ക് തോന്നുന്നു നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് എത്രമാത്രം റൂട്ടഡ് ആണെന്നുള്ളതാണ്. വളരെ സ്വാഭാവികതയിലാണല്ലോ അമ്മമാരതൊക്കെ പറയുന്നത്. പ്രിവിലേജ്ഡ് ആയ ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു അനിഷ്ട സംഭവത്തിൽ നിന്ന് ഇതെല്ലാം രൂപപ്പെടുമ്പോൾ പോലും അത് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. ഫാമിലീസ് ഹു ആക്സെപ്റ്റ് പീപ്പിൾ LGBTIQ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളതോ അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഉള്ളവരെയോ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും ടാബു ആണ്. നമ്മൾ റെഡിയല്ല. ഡേറ്റ് ഒക്കെ തന്നതിന് ശേഷം മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ആരോടും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറില്ല. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനിമയല്ലേ ചേച്ചി, അങ്ങനെയൊക്കെ ഉണ്ടാവും. തൃശ്ശൂര് അഴിമാവെന്ന് ദുബായിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക്, കൊച്ചിയിൽ ഇപ്പൊ ക്യാൻസലിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഇന്ന് നമ്മളെ കൂടെ ഇരിക്കുന്നത്. എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വലി ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്റർടൈൻമെന്റ്, ഈ പറയുന്ന സിവിക് ഇഷ്യൂസ്, ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുന്ന കാലം തൊട്ടിട്ട്, ഞാൻ ഡെക്കൻ ക്രോണിക്കിളിൽ വർക്ക് ചെയ്യുന്നത് തൊട്ടിട്ട്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് എനിക്കൊരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വേണം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്ന ഡയൽ ചെയ്യുന്ന ഒരു നമ്പറാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ആക്ടിവിസ്റ്റ് ജോളി ചിറയത്ത് എന്നാണ്. ഞാൻ ആക്ടിവിസ്റ്റ് ആണെന്ന് വിചാരിച്ച് അന്ന് സേവ് ചെയ്ത നമ്പറാ. പക്ഷെ നൗ ഓർ later on I got to know that she is not just an activist, but she is much more than that. ഒരു versatile ആയിട്ടുള്ള, she's a writer, she's an actor, she's a performer, she was an entrepreneur, and she has been like a person who has views and ideas on everything, very sensible views and ideas on everything around the world. That's Jolly Chiriyatha for me. ജോളി ചേച്ചിയുടെ സിനിമ ക്യാൻസിൽ ഇപ്പം പ്രീമിയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ക്യാൻസിൽ പ്രീമിയർ കഴിഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അതിനൊപ്പം നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചേച്ചിയോട് ചോദിക്കാൻ. ചേച്ചിയുടെ പുസ്തകങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെൽക്കം ചേച്ചി, വെൽക്കം ടു മലബാർ ചാനൽ. താങ്ക് യു ഡിയർ. നമ്മുടെ ക്യാൻസ് മൂവിയുടെ വിശേഷങ്ങൾ പറയോ? എത്രമാത്രം ചേച്ചിക്ക് പറയാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ വി വുഡ് ലൈക്ക് ടു നോ. ലൈക്ക് ഈ സിനിമ ഞാൻ വളരെ സന്തോഷപൂർവ്വം ചെയ്ത ഒരു സിനിമയാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരാൾ പോലും അതിൽ ക്രൂവിൽ മലയാളികളില്ല. ഓക്കെ, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ കുറച്ച് യുവാക്കൾ എന്ന് തന്നെ പറയും, ചെറുപ്പക്കാരുടെ ഒരു നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പടമാണ്. ഈ സിനിമയുടെ പേര് യമലോകം എന്ന് മലയാളത്തിൽ, പക്ഷെ നമ്മൾ ഇതിനകത്ത് ബിഹൈൻഡ് ദി മൂൺ എന്നും കൂടെ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും ഒരു പഞ്ചാബിലെ ഒരു ചെറുപ്പക്കാരൻ ഹർദീപ് സിംഗ്. ഇത് കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൂട്ടുകാരി പ്രിയാൻഷി മാൻഷി. അവർ നാഗ്പൂർകാരിയാണ്. അവരും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. രണ്ടുപേരും ഇൻഫാക്റ്റ് എൻ്റെ മക്കളായിട്ട് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള ഒരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല സ്റ്റേറ്റ് വിട്ടുപോയിട്ട് അത്ര അധികം ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ ആദ്യമാണ്. മഹാരാഷ്ട്രീയൻ സിനിമ യമലോകം എന്ന് പേര്. അപ്പൊ ചേച്ചി മഹാരാഷ്ട്രനായിട്ടാണോ അഭിനയിക്കുന്നത്? അല്ല. ഈ സിനിമ അവർ ഹിന്ദിയിൽ മൊത്തം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സിനിമയുടെ ലാംഗ്വേജ് മലയാളമാണ്, ഫുള്ള് മലയാളത്തിലാണ്. അപ്പം ഞാനും ചോദിച്ചിരുന്നു. എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ കാര്യം. അപ്പോൾ അവർ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് മലയാളികൾ ഏത് സബ്ജക്റ്റിനോട് റിസപ്റ്റീവ് ആണെന്നുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. രണ്ടാമത് അവർ പറയുന്നതെന്ന് വെച്ചാൽ, വേൾഡിലേക്കാണെങ്കിലും നമ്മളുടെ ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ മലയാള സിനിമയാണല്ലോ കുറേയും കൂടിയും എക്സ്പോഷറൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പല ഘടകങ്ങളുണ്ട്. പിന്നെ അയാൾ കാണുന്നത് അങ്ങനെയല്ല, ഒരു ലാംഗ്വേജ്. ഈ ഘടകം ഇരിക്കെ തന്നെ
അങ്ങനെ ഏത് ലാംഗ്വേജിലും നമുക്ക് സിനിമ ചെയ്യാമല്ലോ. അപ്പം ഞാനത് അങ്ങനെ ആദ്യത്തെ സിനിമ തന്നെ മലയാളത്തിൽ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം ഈ കഥ സംഭവിക്കുന്നത് മലയാളികളുടെ മാത്രം പ്രിമൈസസിലാണ് എന്നല്ല. കാരണം ഈ ഒരു തീം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തീമാണ്, എവിടെയും ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു തീമും കൂടിയാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ ആസാമിലാണ് ആസാമീസ് ഭാഷയിലാണ് വരാൻ പോകുന്നത്. അത് ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ അന്നേ തയ്യാറാണ്. അപ്പം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. എക്സ്പെരിമെന്റിലാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വലിയ സ്കെയിലൊന്നും സിനിമകൾ ചെയ്യേണ്ടതില്ല, മറിച്ച് വളരെ മിനിമൽ ബജറ്റിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ വ്യത്യസ്ത ഭാഷയിലൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമുള്ള, വളരെ എൻത്യൂസിയാസം കീപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അതിൽ പ്രത്യേകിച്ചും ഇയാൾ IT പ്രൊഫഷനാണ്, വർക്ക് ചെയ്തതൊക്കെ വേറെ മേഖലയിലാണ്, പക്ഷെ സിനിമ ഭയങ്കര പാഷനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ്. നമ്മൾ കേരളത്തിലും അതുപോലെ മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിലുമായിട്ടാണ് ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. റെസ്പോൺസ് ഞാനിപ്പോൾ ഇന്ന് സംസാരിച്ചു, അവരെപ്പോഴും അവിടെ തന്നെയാണ്. നല്ല അഭിപ്രായമായിരുന്നു. അത് മാത്രമല്ല ഇപ്പം നെതർലാൻഡ്സിലെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഇൻവിറ്റേഷനും കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവിടുത്തെ ക്യാൻസിലെ ഇന്ത്യൻ പവലിയനിൽ ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ചും കൂടിയാണ്. നമ്മളുടെ നാഷണൽ ഫിലിം ബോർഡ് അവരുടെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ടാണ് അതിന്ന് ലോഞ്ച് നടക്കുന്നത്. അപ്പോൾ അവർ സ്റ്റിൽ ദേ ആർ ദെയർ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല റെസ്പോൺസ് ഉണ്ട്. ഇനി അടുത്ത പടം അടുത്ത ഫെസ്റ്റിവലിലേക്ക് എൻട്രി കൂടെ കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. കാരണം അതിൽ എനിക്ക് അത്യാവശ്യം ഒരു ത്രൂ ഔട്ട് റോളെന്ന് തന്നെ പറയാം, ഒരു ചെറിയ വേഷമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതിൽ ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. അതിലൊരു വെരി മച്ച്. അതും എനിക്ക് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാസ്റ്റിംഗ് ഏജൻസി ത്രൂ ആണ് അവർക്ക് എൻ്റെ നമ്പർ കിട്ടിയത്. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ റാൻഡം കാസ്റ്റിംഗ് കോള് ഹിന്ദിയിൽ നിന്നും ഒക്കെ വരാറുണ്ട്, സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ വരാറുണ്ട്, ചിലപ്പോൾ പരസ്യങ്ങളിൽ ഒക്കെ. ഞാൻ ഇത് ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സിനിമ സെനാറിയോയിനകത്ത് ഒരുപാട് തരത്തിലുള്ള അൺഒഫീഷ്യൽ ബാൻസും ക്യാൻസൽ കൾച്ചറും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ശരിക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു നല്ലൊരു സ്പേസും അങ്ങനെ ഓപ്പർച്യൂണിറ്റി, നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അങ്ങനത്തെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഇവര് ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ അവര് ബേസിക്കലി മലയാളം ആദ്യം നോക്കും. അതിലെനിക്ക് തോന്നിയത്, ഞാൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയിലൂടെ ആദ്യം വന്നു എന്നുള്ളത് ഭയങ്കര പ്ലസ് പോയിന്റാണ്. കാരണം ഇവർ ആദ്യം ലിജോന്റെ പടങ്ങൾ എടുത്ത് നോക്കും. അപ്പൊ അവര് പറഞ്ഞത് എൻ്റെ പ്രൊഫൈല് അവർ കണ്ടിരുന്നു, ഇൻസ്റ്റയിലൊക്കെ നോക്കി. അപ്പോൾ അവർക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു അമ്മയാണ്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഏജൻസി ത്രൂ ആണ് എൻ്റെ നമ്പർ അവർ കളക്ട് ചെയ്തിട്ട് വിളിക്കുന്നത്. ഇദ്ദേഹം നേരിട്ട് തന്നെയാണ് വിളിച്ചതും, ഈ ഡയറക്ടർ. ലിജോന്റെ അങ്കമാലി ഡയറക്ടറിലാണല്ലോ. അതെ. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന സാധനം, ഞാൻ ആക്ച്വലി അതിനു മുന്നേ എനിക്ക് അറിയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടും സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തി. ആ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോൾക്ക് നീ ഇത്രയും കഴിച്ചാൽ മതി മോനെ, നീ പാലും കൂടി കുടിക്കുക എന്ന് അതെല്ലാം പുട്ട് കൊടുക്കണം. അപ്പൊ അമ്മ എനിക്കും കൂടെ വേണം, നീ അതൊക്കെ കഴിച്ചാൽ മതി. മോനോട് പറയാ നീ അവിടെ പോയിരുന്ന് കഴിക്കടാന്ന് പറയാം. അതൊരു എനിക്ക് തോന്നുന്നു നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് എത്രമാത്രം റൂട്ടഡ് ആണെന്നുള്ളതാണ്. വളരെ സ്വാഭാവികതയിലാണല്ലോ അമ്മമാരതൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പറയാ ചിത്തരം പറയണമെന്ന് പറയും, അല്ലേ? മീൻ കഷ്ണത്തുമ്മ, മീൻ പൊരിച്ച. പക്ഷെ അത് അവർക്ക് എന്താ അത് മനസ്സിലാവില്ല. കാരണം അവരെ സംബന്ധിച്ച് ഫുള്ളി എല്ലാ പ്രിവിലേജും എൻഡോഴ്സ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ വേർതിരിവ് അനുഭവിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മളെ വീട്ടുകളിലും നമ്മളിതൊക്കെ സ്വാഭാവികമായിട്ട് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ കട്ടത്തൈര് ഇതൊക്കെ ആമക്കൊക്കെ എടുത്തു വെക്കും. അത് ചേട്ടനാണ് അല്ലെങ്കിൽ അത് ആങ്ങളൊക്കെയാണ്. നമ്മളത് പേഴ്സണലി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ വന്നിട്ടില്ലെങ്കിലും പല വീടുകളിലും അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അത് അത്രയും സ്വാഭാവികമാണ്. പെൺകുട്ടികൾ അങ്ങനെ വളർത്തുന്നത് ഇവർ അച്ചടക്കം ശീലിപ്പിക്കുന്നതിൻ്റെയും കൂടി. നമ്മൾ ജനിച്ച വീട്ടിൽ ജീവിക്കാനുള്ളവരല്ല, മാറ്റാൻ വീട്ടിൽ പോയി ജീവിക്കണം. അപ്പോൾ അവിടെ നമുക്ക് അടക്കവും ക്ഷമയും നമ്മളെ ശീലിപ്പിക്കുന്നത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പലതും കട്ട് ചെയ്തുകൊണ്ടാണ്.
അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത് അവരും പറഞ്ഞിട്ടില്ല, ആ പ്രോസസ്സാണ് എവിടെ നിലനിൽക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഗൾഫിൽ നിന്ന് വന്നത് 2010 അപ്പോൾ ഗൾഫിൽ എന്തായിരുന്നു? ഗൾഫിൽ ഞാൻ ചെന്നിട്ട് ജീവിതം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം തന്നെ പറയാം. ആദ്യം സെയിൽസ് പ്രൊമോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ വളരെ കുഞ്ഞായതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ചെയ്യാവുന്ന, അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ചെറിയ മക്കളുള്ള അമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു 4 മണിക്കൂർ ജോലിയുള്ളൂ, ഈവനിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ സെയിൽസ് പ്രൊമോട്ടറായിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങുന്നത്. പിന്നെ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ഞാൻ 1 കൊല്ലം ചെയ്തു. അതിനിടയിൽ ഞങ്ങളൊരു സ്റ്റുഡിയോ, ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ തുടങ്ങി ഷാർജയിൽ തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയും അങ്ങനെ ഞാൻ ക്യാമറ അത്യാവശ്യം വളരെ പ്രൊഫഷണലായിട്ട് പഠിച്ചില്ലെങ്കിലും പിന്നെ അവിടെ സ്ത്രീകളുടെ ഈവൻസൊക്കെ സ്ത്രീകൾ തന്നെ ചെയ്യണം. ഞാൻ വീഡിയോ ആണ് ചെയ്തിരുന്നത്, സ്റ്റില്ലല്ല. പിന്നെ ഞാനത് ചെയ്യുന്നത് ഒരു ജോലി എന്നുള്ള രീതിയിലല്ലാതെ എനിക്കതിനോട് വലിയ ഭ്രമമൊന്നുമില്ല. അത് പഠിക്കാനുള്ള ക്ഷമയില്ല എന്നാണ് ഞാൻ പറയാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഫോട്ടോഗ്രാഫി പഠിക്കുക, പ്രത്യേകിച്ച് സ്റ്റില്ല് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ ആവശ്യമുള്ളതാണ്. അന്ന് ഡിജിറ്റൽ എത്തിയിട്ടില്ല. ഇല്ല, പക്ഷെ ഞങ്ങൾ പോരുമ്പോഴേക്കും ഡിജിറ്റലായി. ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും അത് ഡിജിറ്റലായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും റിസഷനൊക്കെ വന്ന് ഞങ്ങൾ അത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. 2008 അത് വൈൻഡപ്പ് ചെയ്തു. 2000 തുടങ്ങി. ഞാൻ 96 അവിടെ എത്തിയ ഒരാളാണ്. 2010 തിരിച്ചു പോരുമ്പോൾ പെട്ടെന്ന് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് നാടകം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഗൾഫിൽ പോണതിന് മുന്നേ ഒരു തിയേറ്റർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാടകം ട്രാൻസ്ലേറ്റ് ചെയ്യും. അവര് ഉണ്ടാക്കുന്ന തൃശ്ശൂരാണ് നാട്ടരങ്ങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനൊപ്പം. അപ്പം മൊകേരി മാഷ്, ഇപ്പം മരിച്ചു രാമേന്ദ്രൻ മൊകേരി മാഷ്, അതുപോലെ ഉണ്ണികൃഷ്ണൻ മാഷ് സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിലെ, ഇപ്പോൾ സാം പട്ടംകുരി, ഇവരൊക്കെ കൂടെ ഉള്ള നാടകങ്ങളാണ്. അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഒരു 3-4 നാടകമൊക്കെ നമ്മൾ, പ്രിയനന്ദൻ, അവരൊക്കെ കൂടെ നമ്മളിങ്ങനെ നാടകങ്ങൾ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. 90s. അതെ 90s. 96 ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ 1 കൊല്ലം സജീവമായിട്ട് അത്തരം ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് എനിക്ക് അപ്പോഴും സിനിമ നമുക്ക് അത്ര അങ്ങോട്ട് അപ്രോച്ചബിൾ അല്ലല്ലോ. FTI വരെയൊക്കെ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്ന് സ്വപ്നം കാണുന്നില്ല. നമുക്ക് കഴിയാവുന്നത് പിന്നെ തിയേറ്ററാണ്. അങ്ങനെ BTech ഒക്കെ ചേർന്നതിന് ശേഷമാണ് ഞാൻ പോണത്. ഗൾഫിൽ പോകുന്നത് പിന്നെ വേറെ എന്താ പറയണ്ടേ, തലവര മാറ്റി വരയ്ക്കുന്നു എന്ന് പറഞ്ഞ മാതിരി. പിന്നെ നമ്മൾ ഇമോഷണലി കുറച്ച് ക്ലിങ്ങി ആയിരുന്നു അന്നൊക്കെ. അങ്ങനെ നമ്മളെ പാർട്ട്ണറൊപ്പം കൂടുതൽ ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രയോറിറ്റി അന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഈ സ്വപ്നങ്ങളെല്ലാം അങ്ങ് കൈയൊഴിഞ്ഞു. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ ഭയങ്കര ഒരു വാക്യൂം സ്പേസാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, നമ്മുടെ ഒരു ഹോർമോണൽ ഇഷ്യൂസൊക്കെ സംഭവിക്കുന്ന ഒരു കാലം. പെട്ടെന്ന് ഒന്നും ചെയ്യാനില്ല, ഇനി എന്ത് ചെയ്യും? എനിക്ക് ഇതന്നെ ഒരു സ്ട്രേഞ്ച് സ്പേസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അത് മറികടന്നല്ലേ പറ്റും. അങ്ങനെ നോക്കുമ്പോഴാണ് സുഹൃത്തുക്കളുടെ തന്നെ സിനിമ. അപ്പം അതിനകത്ത് ഞാൻ ഒളിപ്പോരാണ് ആദ്യത്തെ സിനിമ എൻ്റെ. അത് PN ഗോപികൃഷ്ണൻ്റെ സ്ക്രിപ്റ്റായിരുന്നു, ശശിധരൻ്റെ ആയിരുന്നു ഡയറക്ഷൻ. അപ്പോൾ അതിൽ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നിന്നോളൂ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ ഒരു വർക്ക്. പിന്നീട് നമ്മുടെ ജയൻ ചെറിയാൻ്റെ ഒപ്പം കബോഡി സ്കേപ്സ്, പിന്നെ ഞാൻ തന്നെ പിന്നെ അപ്പോഴേക്കും 2017 ആയപ്പോഴേക്കും അങ്കമാലിയൊക്കെ സംഭവിക്കുന്നു. അതിൽ വന്നപ്പോഴേക്കും ഞാൻ ഒരു കോഴിപ്പോര് എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ അതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. കാബോഡി സ്കേപ്സ് ആളുകൾ ഒട്ടുമേ എന്താ പറയുക അപ്രീഷിയേറ്റ്, ഒരുപാട് ഡിസ്കഷൻസ് ആയിട്ടുള്ള ഒരു പടമാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഈ എത്രയോ കാലത്തിന് മുന്നേ ചിന്തിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു കാബോഡി സ്കേപ്സ്. അതിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ? അതിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ജയൻ അത് വരുന്നത് അന്ന് ചുംബന സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പുള്ളി അന്ന് വന്നപ്പോൾ അത് ഡോക്യുമെൻ്ററി ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലായിരുന്നു. അന്ന് കേരളത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഈ നവസമരങ്ങളെയെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം ഡോക്യുമെൻ്ററി ചെയ്യണം എന്നുള്ള രീതിയിലാണ് പുള്ളി വരുന്നത്. അന്ന് അത്തരം ഡിസ്കഷനാണ് ഒക്കെ നടക്കുന്നത്. അന്ന് ചുംബന സമരത്തിൻ്റെയൊക്കെ വളരെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നോടൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് ആൾ അതിൻ്റെ ഒരു തീരുമാനം മാറ്റിയിട്ട് എന്നോട് പറയാം, നമുക്കത് ഇങ്ങനെ സിനിമയാക്കിയാലോ. അപ്പം ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്. അപ്പം അന്ന് വെക്കേഷൻ ടൈമായിരുന്നു, പിള്ളേർക്ക് പഠിത്തമൊന്നുമില്ല. നമുക്ക് അങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ടെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അത് ഭാഗ്യത്തിന് അത് ഏപ്രിൽ മെയ് മാസങ്ങളായതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ പ്രോസസ്സിനകത്ത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് മുതലേ തന്നെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളം എന്തൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോഴും
ഈ ജെൻഡർ സെക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അത്ര ഓപ്പൺ അപ്പ് ചെയ്യാൻ തയ്യാറല്ല. അത് നമുക്ക് എന്തൊക്കെയോ ഒരു മടിയുണ്ട്, റിസപ്റ്റീവ് അല്ല. അതാണ് അത് നമ്മൾ വളരെ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമോഷണലി ടൈഡപ്പ് ആവുന്ന സീക്വൻസസുകളൊക്കെ പറയാനും കാണിക്കാനും ഒക്കെ ഇഷ്ടപ്പെടും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ലെയേർഡായിട്ട് വരുന്ന ബൈനറികൾക്ക് പുറത്ത് നിൽക്കുന്ന മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും പറയാനൊന്നും എന്നും വില്ലിങ്ങും അല്ല, ഡയറിങ്ങും അല്ല. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അതിനുശേഷം എത്രയോ കാലം കേട്ടാണ് കാതലൊക്കെ നടക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ജന ചെയ്ത പടം തന്നെയും ബൈനറികൾക്ക് പുറത്തുള്ളതാണ്. പക്ഷെ അതിനൊക്കെ എന്ത് ഡിസ്കഷന് കിട്ടുന്നത്? ഇനി ഒന്നും വേണ്ട, ഞാൻ തന്നെ ചെയ്ത ഒരു പടമുണ്ട് വിചിത്രം. അതിനകത്ത് അങ്ങനെ ഒരു ലെയറേ ഉണ്ട്. വിചിത്രത്തിലെ ആ ഒരു ലെയർ വളരെ അൺനോട്ടീസ്ഡ് ആണ്. അതിലെ ഒരു സോങ് പോലും എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ അത് റിലീസായിട്ട് അതിന് എത്രമാത്രം അതിന് ട്രാക്ഷൻ കിട്ടിയെന്നോ, അല്ലെങ്കിൽ ആളുകൾക്ക് ദ കോൺസെപ്റ്റ് ഓഫ് സെയിം സെക്സ് ലവ് അല്ലെങ്കിൽ പിന്നെ ഹെട്രോസെക്ഷൽ അല്ലാത്ത ഏതൊരു ആസ്പെക്ടിനെയും എംബ്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ചിലപ്പോ മനസ്സിലാവാത്തതാണോ അതോ എന്താ പറയാ കോൺഷ്യസ് ഇഗ്നോറൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇവര് അറിഞ്ഞോണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്ന പോലത്തെ ഒരു കാര്യം. ഇപ്പൊ വിചിത്രം വളരെ ബ്യൂട്ടിഫുള്ളി മെയ്ഡ് ആയിട്ടുള്ള ഓണർ കില്ലിങ്. ഇപ്പൊ നമ്മൾ പലതിനെയും ഓണർ കില്ലിംഗ് എന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഒരു റിയൽ ഓണർ കില്ലിംഗ് നടന്നൊരു പടമാണ്. അപ്പൊ അത് സിനിമയ്ക്ക് അകത്ത് ഉണ്ടായിരുന്ന ഡിസ്കഷൻ പുറത്തേക്ക് എത്തിയിട്ടേ ഇല്ല. ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഇങ്ങനത്തെ മൈനോറിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞ് അതിന് വെച്ചാൽ നമ്മളെ മെജോറിറ്റി വിഷയങ്ങൾ തന്നെ വിചിത്രം കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ്. അതെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങളെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും ആളുകൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. വിചിത്രമൊക്കെ അത് 2014 ഇപ്പൊ വന്നതാണ്. മാത്രമല്ല ഈ ഹോമോഫോബിയ എന്ന് പറയുന്നത് വളരെയധികം അഡ്രസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇപ്പോഴും ഫാമിലീസ് ഹു ആക്സെപ്റ്റ് പീപ്പിൾ LGBTIQ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളതോ അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഉള്ളവരെയോ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും ടാബു ആണ്. നമ്മൾ റെഡിയല്ല. പിന്നെ അതെ, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചില പരിഭാഗപ്പെട്ടിട്ട് സമൂഹം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നുള്ളത് തന്നെയുള്ള ഓപ്ഷൻ. വേറെ ഇപ്പൊ അതിനകത്ത് മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ എവിടെ എത്തി. അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ കബഡി സ്കേപ്സിന്റെ വന്നപ്പോ സെൻസർഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കുറേ സമയം എടുത്തിട്ടാണ് അത് റിലീസ് ചെയ്യാൻ പറ്റിയത്. അതുമാതിരി തന്നെ വളരെ മിനിമൽ ബഡ്ജറ്റിൽ സ്ട്രഗ്ലിംഗ് പോയിന്റിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത പക്ഷെ അത് ഒരൊറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല അതിന്റെ നമുക്ക് സൗഹൃദത്തിന്റെ അകത്ത് നിന്നായതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നൊക്കെ കുറെ കൂടി അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ചേച്ചി അന്ന് എന്റെ ഓർമ്മയില് എനിക്ക് CD ആയിട്ട് എനിക്ക് ഓഫീസിൽ കൊണ്ടു തന്നിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് അത് റിലീസ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് എഴുതാനൊക്കെ വേണ്ടിയിട്ട് അത് കാണണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആസ്പെക്ട് കാണണമെങ്കിൽ എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു പ്രൈഡ് മാർച്ച് ഒക്കെ 2010 ഇവിടെ ആദ്യത്തെ പ്രൈഡ് മാർച്ച് നടക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ 2010 ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു സെൻസിബിലിറ്റീസ് ഒക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചേച്ചി ആ സബ്ജക്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു പ്രിപ്പറേഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഒബ്സർവേഷൻ അങ്ങനെയൊക്കെ? ഒന്ന് ഈ 2010 ഞാൻ സ്ഥലത്ത് വന്ന സമയത്താണ് ഈ ആദ്യത്തെ പ്രൈഡൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്ന നമ്മളെ സഹമനുഷ്യരെ കൂടുതൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതും അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. പിന്നീട് വരുന്ന എല്ലാ പ്രൈഡ് മാർച്ചിൻ്റെയും സംഘാടക തലത്തിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അഞ്ജനയ്ക്ക് അറിയാവുന്നതുപോലെ അന്ന് സൗമ്യ ഇഷ്യൂ തൊട്ട് വളരെ സജീവമായിട്ട് സോഷ്യൽ സ്പേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ തന്നെ സ്ത്രീ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പല ഇഷ്യൂസിലും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഏത് തരത്തിലുള്ള അബ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന കേസുകളിലൊക്കെയും നിരന്തരം അവരോടൊപ്പം നിന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അത് അങ്ങനെ ഒരു സിനിമ വരിക എന്ന് പറയുന്നത് വളരെ പേഴ്സണലി വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. മാത്രമല്ല അന്ന് ജയൻ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് ഉള്ളവരെ എന്നുള്ളതല്ല നോക്കിയാൽ ഈ ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളെയും കൂടെ വെച്ചുകൊണ്ടാണ് പുള്ളി അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ആ പടം ആൾ ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജിജോ ഉണ്ടായിരുന്നു അതിനകത്ത്. അതുപോലെ ഇപ്പം മരിച്ചുപോയ കിഷോർ, അത് വെച്ചാൽ അതിന്റെ പിന്നാമ്പുറത്തൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല കിഷോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയൊക്കെ നടക്കുമ്പോൾ ത്രൂ ഔട്ട് ഇപ്പൊ ശീതൾ ശ്യാം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് അണിനിരത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെയും കൂടെ ഒരു സഹകരണത്തിലാണ് ആ പടം രൂപപ്പെടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു ആക്ടിവിസ്റ്റ് പടം തന്നെയായിരുന്നു. അടുത്ത മാസം പ്രൈഡ് മന്ത് ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല അനുഭവമാണ് അത്. പിന്നെ വളരെ ക്ലോസ് ആയിട്ട്, കാരണം അതിനകത്ത് ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ അല്ല. നമുക്ക് എല്ലാ ദിവസവും വന്ന് എല്ലാതും സംസാരിച്ച് അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോഴും അതൊന്നും മിനിമൽ ബഡ്ജറ്റാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു നമ്മളതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ സൗഹൃദത്തിൽ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ഡിസ്കഷനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് മാത്രം അത് സംസാരിക്കുകയും ബാക്കി അവർ നമ്മളോട് ഷെയർ ചെയ്ത് സബോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളോട് ഷെയർ ചെയ്യുന്ന രീതികളൊക്കെ ആയിരുന്നു. ഞാൻ അതിനകത്ത് ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ആയതുകൊണ്ട് അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ അതിൻ്റെ പ്രോസസ്സിൻ്റെ പെയിനൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അവാർഡൊക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 24-ാം തീയതിയാണ് അത് ഈ പറഞ്ഞ മാതിരി അക്ഷരീയം എന്നൊരു പരിപാടി വെച്ചുകൊണ്ട് സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ് തരുന്നത് എന്നാണ് അറിഞ്ഞത്. PC പോൾ ചുങ്കത്ത്, അത് പ്രഥമ അവാർഡാണ്. അത് നമ്മുടെ സാഹിതി എന്ന് പറഞ്ഞ തൃശ്ശൂരുള്ള ഒരു കൂട്ടായ്മയാണ്, അവരാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് ബുക്ക് അല്ലല്ലോ ഇത്? എൻ്റെ ഒറ്റയ്ക്ക് എഴുതിയ ബുക്ക് എന്നുള്ള രീതിയിൽ അത് ഫസ്റ്റാണ്. പക്ഷെ ഞാനിങ്ങനെ നമ്മൾ 10 പേര് ചേർന്നിട്ട് അങ്ങനെ 12 പേര് ചേർന്നിട്ടുള്ളൊക്കെ അപ്പോൾ DC ഇറക്കിയത്, മാതൃഭൂമി ഇറക്കിയ ബുക്കിലൊക്കെ ഞാൻ ഓരോരോ ആർട്ടിക്കിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് പക്ഷെ എൻ്റെ ഒരു കഥയോ കവിതയോ അങ്ങനെയല്ലല്ലോ, എൻ്റെ തന്നെ ആത്മകഥയല്ലേ. പിന്നെ അതിനകത്ത് എൻ്റെ ജീവിതം പറയാൻ ശ്രമിച്ചു. അതിനൊരു കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ ധന്യവിളയിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അത് അവള് പിന്നെ അത് സീരിയസ് ആയിട്ടാണ് ചെയ്തത്. അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 3-4 പബ്ലിഷേഴ്സ് DC അടക്കമുള്ളവർ വന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഗൂസ്ബറി ബുക്സ്, അവർ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ, അപ്പോൾ അവർ ആദ്യമേ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കമ്മിറ്റ് ചെയ്തുകൊണ്ട് അത് അവർക്ക് തന്നെ കൊടുത്തു. മാത്രമല്ല എൻ്റെ ആദ്യത്തെ ഒരു സിനിമയിൽ വന്നതിന് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ അന്ന് അവർക്ക് ഗൂസ്ബറി സ്റ്റുഡിയോസ് ആയിരുന്നു, ബുക്ക് പബ്ലിക്കേഷൻസിലേക്ക് വന്നിട്ടില്ല. ആ സ്റ്റുഡിയോക്കാർ അവരൊരു 14 എപ്പിസോഡായിട്ട് മൈ ലൈഫ് സ്റ്റോറി ചെയ്തിരുന്നു. അന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പബ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഇത് ബുക്കാക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വെർബൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ അത് അവർക്ക് തന്നെ കൊടുത്തത്. ഭാഗ്യത്തിനും എന്തോ ബുക്ക് നല്ല രീതിയിൽ പോയി. ഒരു 5ാമത്തെ എഡിഷൻ വളരെ ചെറിയ സമയം കൊണ്ട് വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം മനസ്സിലായത്, സ്ത്രീകളെല്ലാവരും ഏത് സ്ട്രാറ്റയിലുള്ളവരായിക്കോട്ടെ പൊതുവായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നു തന്നെയാണ്. അതിൻ്റെ ടൈപ്പോഗ്രഫികൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അതെ. പക്ഷേ അവർ ഇമോഷണലി ഇവരെല്ലാം പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷണൽ ജേർണിയിൽ നമ്മൾ എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു, എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ്, വാണ്ട്സ്, ഇതൊക്കെ വേറെയും കുറഞ്ഞും ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് ആ പുസ്തകം തന്നൊരു തെളിച്ചം. വേറെ ഒന്ന്, കുറേ പുരുഷ സൗഹൃദങ്ങൾ അവർ പറയുന്നതും ഞങ്ങൾക്ക് ഇതൊരു വിചിന്തനത്തിനുള്ള, ഇത് വായിച്ചപ്പോൾ അവർക്ക് തന്നെ അതൊരു സെൽഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലും മനസ്സിലാക്കിയിട്ടുള്ള കുറേ പുരുഷന്മാരും ഉണ്ട് ആ പുസ്തകം വായിച്ചിട്ട്. ഈ അടുത്ത കാലത്ത് പോലും അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ നിരന്തരം അങ്ങനെ കത്തുകൾ വരിക, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുള്ളൂ, വേറെ അപകടമൊന്നും ചെയ്തില്ലല്ലോ. ചേച്ചി ഇപ്പോൾ പറഞ്ഞതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, നമുക്ക് സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ജെൻഡർ സെൻസിബിളായിട്ട് വി ആർ എവറി ഡേ അൺലേണിങ്. ഓരോ ദിവസവും നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ സ്വയം തിരുത്തുകയും നമ്മൾ തിരിച്ചറിയുകയും, ഇത് പാട്രിയാർക്കിയലാണല്ലോ, അയ്യോ ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ, ഇപ്പോൾ നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന കമന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സ്പേസിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഒക്കെ അത് തിരിച്ചറിയുന്ന മൊമെന്റുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ലൈഫുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പുരുഷ സൗഹൃദങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു സ്ത്രീകളോട് സംസാരിക്കുമ്പം ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾക്ക് എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടാവും. സംടൈംസ് നമ്മളുടെ ഈ കംഫർട്ട് സ്പേസുകളിൽ ഇരിക്കുന്നവരായിട്ടുള്ള നമ്മളുടെ പുരുഷ സുഹൃത്തുക്കൾക്ക് ഇത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല.
ഇപ്പൊ ഈ ബുക്ക് വായിച്ചപ്പോ ഒരുപാട് പേർക്ക് റിയലൈസേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോ അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സുകളെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാറ് പൊതുവെ? നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വെരി ക്ലോസ് സുഹൃത്തുക്കളായിരിക്കാം. നമ്മള് ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആവശ്യം നമ്മുടെ മനുഷ്യരുടെ. അപ്പോൾ ഒരു പാട്രിയാർക്കി എന്നൊരു സിസ്റ്റത്തിന്റെ ഇരകളാണ് രണ്ടുപേരും. ആ ഒരു പ്രാഥമികമായ ഒരു തിരിച്ചറിവ് നമ്മളും പേറുന്നുണ്ട്, നമ്മളും കൊണ്ട് നടക്കുന്നുണ്ട്. അതല്ലാതെ അവരിങ്ങനെ ആ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ യുദ്ധം ജയിക്കുക എന്നുള്ളതല്ല. അതൊരു വാർ സോൺ ആക്കാതിരിക്കാൻ എന്ത് വേണം എന്നുള്ളതാണ് നമ്മളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ വാർ സോണിലേക്ക് പോകുന്നത് ഈ തിരിച്ചറിവില്ലാതാവുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഒരേ സമയം ഒരു കൊളാട്രൽ ഡാമേജും ഉണ്ടാവുന്നുണ്ട് ഇതിനകത്ത്. അതെന്താ പറയണ്ടത്, നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. അത് മനസ്സിലാക്കുന്ന പുരുഷ സൗഹൃദങ്ങളും ഉണ്ട് നമുക്ക് ഭാഗ്യത്തിന്. അതേസമയം ചില സമയത്ത് ഈ കോ എക്സിസ്റ്റൻസിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്താണെന്ന് പരസ്പരം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇഞ്ചോട് ഇഞ്ച് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുക വെച്ചാൽ നമ്മൾ നിന്നോടത്ത് നിൽക്കുകയും ഇക്കാലത്ത് പ്രത്യേകിച്ച് വലതുവൽക്കരണം നടക്കുന്ന ഒരു സമയത്ത് ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഈ തോളോട് തോൾ ചേർന്നല്ല എങ്കിൽ നമ്മളെ വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്ത് സതിയുടെ വക്കിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും സ്ത്രീയുടെ സാന്നിധ്യം പ്രശ്നവൽക്കരിക്കുകയും നിങ്ങൾ കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടും നമ്മൾ ഈ ജാഗ്രത കാണിക്കണം. അതേസമയം പാട്രിയാർക്കിയൽ വാല്യൂസിനകത്ത് രണ്ടുപേരും ഒരുപോലെ ഇരകളാണ്. അതേസമയം നമുക്കറിയാം സമൂഹത്തിൽ കൂടുതൽ എല്ലാ തരത്തിലും പ്രിവിലേജ് എൻഡോഴ്സ് ചെയ്യപ്പെട്ട ഒരു ജെൻഡറാണ് പുരുഷൻ. അത് പുരുഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പണിയും കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം ശത്രുതാപരമല്ലാതെ അതിനെ പരസ്പരം കൺഫ്രണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ നമ്മൾ എത്ര കാലമാണ് യുദ്ധത്തിൽ നിൽക്കുക? നമുക്കും ജീവിക്കേണ്ട ഒരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ കണ്ടെത്തി. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാനിപ്പോൾ ഒരു കാര്യമുണ്ട്, ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുണ്ടിയാൽ മതി എന്നുള്ളതാണ്. ഒന്ന് പ്രായമാകുന്നതിൻ്റെയൊക്കെ നമുക്ക് വളരെ എനിക്കങ്ങനെ ഒരുപാട് സൗഹൃദം ഇല്ല. എല്ലാവരോടും ഞാൻ സൗഹൃദം ഭാവിക്കുമെങ്കിലും പേഴ്സണൽ സർക്കിളിൽ വളരെ കുറച്ച് മനുഷ്യരുള്ളൂ. അതാർക്കും മനസ്സിലാവില്ല, സമ്മതിച്ചു തരില്ല. പക്ഷെ എനിക്ക് ആരോട് ശത്രുതയൊന്നുമില്ല, ഞാൻ വളരെ സെലക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളോട് ഈ തല്ലുപിടിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഒരു ഘട്ടമെത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു ജീവിതം ജീവിക്കാമെന്നല്ലാതെ അതിനകത്ത് ആരുടെ വാലിഡേഷൻ നമുക്ക് വേണ്ടത്? ഈ വാലിഡേഷൻ വേണ്ടി വരുമ്പോഴാണല്ലോ നമുക്ക് ഈ തർക്കങ്ങളും ബോധിപ്പിക്കലുകളൊക്കെ വേണ്ടി വരുന്നത്. അപ്പം നിലവിലിപ്പോൾ എനിക്ക് ആരുടെ അടുത്തുനിന്ന് ഒരു വാലിഡേഷനും വേണ്ട, എനിക്ക് ബോധ്യം ഉണ്ടായാൽ മതി, എനിക്ക് സംതൃപ്തി ഉണ്ടായാൽ മതി എന്ന് വളരെ പേഴ്സണൽ ലെവലിലാട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കോൺഫ്ലിക്റ്റ് ഇച്ചിരി കുറവാണ്. ഇപ്പം ബെൽ ഹുക്സിന്റെ ദ വിൽ ടു ചേഞ്ച് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് അതേപോലെ കമലാബാസിന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്, ഈ എംപതി ആൻഡ് ലവ് ആണ് ഏറ്റവും നമുക്ക് എന്താ പറയാ ഈ പറയുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ജെൻഡർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുക എന്നുള്ളത്. അതൊരു എഫേർട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുകളിൽ ഇടേണ്ടി വരും. ചിലപ്പോൾ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന മനുഷ്യരുടെ അധിക ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഇമോഷണൽ ബൈൻഡിങ്ങും കൂടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനിന്ന് ഈ സമയത്ത് ഞാൻ വളരെ പേഴ്സണൽ ലെവലിലെ ആളുകളുടെ അനുഭവത്തെ വാച്ച് ചെയ്യുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ പല സ്ത്രീകളും പല പൊസിഷൻ എടുക്കുന്നത് നമുക്ക് തോന്നും, അയ്യോ ഇവരെല്ലാം പാട്രിയാർക്കിനെ അടിയിൽ അല്ലെങ്കിൽ അവരെ സറണ്ടർ ചെയ്തിട്ട് നിൽക്കണമെന്ന്. പക്ഷെ ആ പൊസിഷൻ പലപ്പോഴും അത് സറണ്ടർ ചെയ്യുന്നതിൻ്റെ അല്ല, ഈ പറഞ്ഞ കമ്പാഷനും എംപതിയും കൂടിയാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിലുപരി അവർ ഈ എംപതി എന്ന് പറഞ്ഞതിനെ അല്ലെങ്കിൽ കമ്പാഷൻ എന്നതിനെ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഫെമിനിസത്തിന് അത്ര ബേസ് ഇല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ പുരുഷൻ്റെ വയലൻസും പുരുഷൻ്റെ യുദ്ധതന്ത്രങ്ങളും പുരുഷൻ്റെ തന്നെ സ്ട്രാറ്റജികളും അല്ല സ്ത്രീക്ക് വേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രാറ്റജി എപ്പോഴും ആയിരിക്കേണ്ടത് എല്ലാവരെയും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്യൂറസ്റ്റുള്ള ഫോമിലുള്ള മനുഷ്യാവസ്ഥകളെ കൊണ്ടുപോകാനുള്ള ഒരു ത്രാണി നമുക്കാണ് കൂടുതലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും നമുക്ക്. കാരണം നമ്മൾ ഇതുമാതിരി അത് മെയിൽ പ്ലീസിങ് ആണ് ആ ഡയലോഗ് എന്ന് തോന്നിപ്പോകും. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു ചില എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോൾ പല സ്ത്രീകളും എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത്
അവർ ഏറ്റവും കമ്പാഷൻ്റെ ഹൈറ്റിൽ നിന്നിട്ടാണ് ആ സിറ്റുവേഷന് അവർ വൾഗറാകാമായിരുന്ന പല സിറ്റുവേഷനെ അവർ ഒഴിവാക്കി വിട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് സ്റ്റേറ്റിൻ്റെ അതേ ലോജിക്കിൽ നമ്മൾ മനുഷ്യരോട് നിൽക്കേണ്ടി വരും. സ്റ്റേറ്റിന് ആകെ അത്രയേ ഉള്ളൂ, കുറ്റവും തെറ്റ് ശിക്ഷ. ചേച്ചി ഇപ്പൊ ഈ പറഞ്ഞതിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിലാണ് ശരിയാണ്, കമ്പാഷൻ ഇസ് വാലിഡ് ആൻഡ് ഓൾ ദീസ് തിങ്, ബട്ട് അറ്റ് സം ടൈംസ് നമ്മൾ സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്ന സമയത്തും ചിലപ്പം ഈ പറയുന്ന അതുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളിവിടെ പവർ കൈയാളുന്ന, അധികാരം കൈയാളുന്ന ഒരു സിസ്റ്റത്തിൽ അത് കൈയാളുന്ന മനുഷ്യരോട് നമ്മൾ മൗനം പാലിക്കുന്നത് അപകടമാണ്. ഞാൻ പറഞ്ഞ 1-to-1 റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇൻ്റർസെക്ഷണലായിട്ട് കാര്യങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാളും പവർലെസ് ആയിട്ടുള്ള ഒരു പുരുഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പവർ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതൊരു പവറിൻ്റെ ഒരു കളിയാണ്, വിനിമയമാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആരോടാണ് നമ്മൾ വിധേയത്വം കാണിക്കുന്നത്, ആരോടാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഈ പവർ സ്ട്രാറ്റജി ഇതിൻ്റെ ഒരു ഘടനയ്ക്കകത്ത് അതെപ്പോഴും നിലനിൽക്കും. പക്ഷെ നമ്മൾ ഈ അധികാരവുമായിട്ട് രമ്യപ്പെട്ട് നിൽക്കുകയോ രാജിയാവുക എന്നുള്ളതല്ല ഞാനത് പറഞ്ഞത്. നിങ്ങൾ 1-to-1 സ്പേസിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്നതും മനസ്സിലാക്കാവുന്നതും അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ അതിനെ തിരുത്തി മുന്നോട്ട് പോകാവുന്ന ഏരിയാസിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ശരിക്കും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സൗഹൃദങ്ങളിൽ ആളുകൾ ശരിക്കും ഇവോൾവ് ചെയ്യുന്നതായിട്ടല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും അല്ലെ, ഒരുപാട് തീർച്ചയായിട്ടും. അതല്ലാതെ എങ്ങനെ നമുക്കിപ്പോ ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുക? മനുഷ്യർ ആരും ഇവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. മെൻ എന്ന് പറയുന്ന ആ തോട്ടിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇവഞ്ച്വലി ഇപ്പം നമ്മൾ പുതിയ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പലതരത്തിലുള്ള ആവശ്യങ്ങളും നീഡും അതിങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീ മൊത്തം വൈകാരികതയിലും ആണ്ട് നിൽക്കുന്നത്, പുരുഷന് വൈകാരികതയില്ല, അങ്ങനെ അല്ലല്ലോ. കണ്ടീഷനിങ് ആണ് ഇതെല്ലാം. സോഷ്യൽ കണ്ടീഷനിങ് നിന്ന് മറികടന്നിട്ട് ബേസിക്കലി മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആശയവും നിരാശയും അഭിലാഷവും വിശപ്പും ദാഹവും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. എൻ്റെ ഒരു ബോട്ടണി ലെക്ചറർ ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവൻ സ്ഥിരം പറയുന്ന ഒരു സാധനമുണ്ട്, ലുക്ക് ഇൻ ടു ദ നേച്ചർ, യു സീ എല്ലാം യുണീക്കാണ്. ഓരോ ഇലകളും വ്യത്യസ്തമാണ്, ഓരോ ചെടികളിൽ പോലും ഒരു ബ്രാഞ്ച് എടുത്ത് നോക്കിയാൽ പോലും അത് ഡിഫറെന്റ് ആണ്. നമ്മുടെ കൈവിരലുകൾ വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെയാണ് പക്ഷെ ഒരു ജെൻഡറിലുള്ള എല്ലാവരും ഒരുപോലെ, അല്ലെങ്കിൽ ഇത് ജെൻഡറാണ്, ഇത് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ ലോകത്ത് എന്ന് പറയാതെ ഈ ലോകത്തുള്ള ഓരോരുത്തരും വ്യത്യസ്തരും യുണീക്കും ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ശരിക്കും ലോകം വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു തരം എന്ന് വെച്ചാല് പ്രകൃതിയുടെ നിയമത്തിലോ ഋതത്തിലോ അല്ല മനുഷ്യന്റെ സമൂഹത്തെ ഉണ്ടാക്കി വെച്ചിരിക്കണേ എന്നുള്ളൊരു അപകടമുണ്ട്. അത് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് എലിനേറ്റഡ് ആവുകയും നമുക്ക് വേണ്ടാത്തതും നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇനി അതിനെ സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടും കൂടെ വേണം പോകാനായിട്ട്. അത് തന്നെ ആയിരിക്കണമെന്ന് അതിപ്പോൾ നമ്മൾ സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യർക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കാലക്രമേണ അത് പൊളിഞ്ഞു പോകും. അപ്പോൾ അത് എന്നും ഈ ഒരു യുദ്ധമാണ് മനുഷ്യൻ്റെ വിധി എന്നും കൂടെ ചിലപ്പോൾ അത് ഇൻറ്റേർണൽ ജേണിയിലും നടക്കുന്നുണ്ട്, സോഷ്യൽ ലൈഫിലും ഈ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അതിനെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയണ്ടേ, കമ്പോഷർ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളതേ നടക്കുന്നുള്ളൂ. ഈ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതേ നടക്കുന്നുള്ളൂ. അതല്ലാതെ വലിയ കാര്യമൊന്നും നടക്കുന്നില്ല. നമ്മൾ പിന്നെ വല്ലപ്പോഴൊക്കെ ഈ പറഞ്ഞ മാതിരി ഫിലോസഫിക്കലായിട്ടൊന്ന് പ്രകൃതിനെ നോക്കും. സത്യത്തിൽ നമ്മൾ ഓൾറെഡി അലിനേറ്റഡ് ആണ്. എന്നു മുതൽ വസ്ത്രം ഇട്ടോ, എന്നു മുതൽ അക്ഷരം പഠിച്ചോ, കണ്ണെഴുതി പൊട്ട് വെച്ചോ, അന്ന് മുതൽ നമ്മളെല്ലാം അലിനേഷൻ അല്ലേ ആണ്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഇടയ്ക്ക് ഒരു ആശ്വാസം കൊള്ളാനായിട്ട് അതിന്റെ ഭാഗമായിരുന്നല്ലോ, അതിനൊരു ഋതം ഉണ്ടല്ലോ, അതിന്റെ വയലൻസിനൊരു ചാമുണ്ടല്ലോ, അത് മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരു ബാലൻസ് ചെയ്യാനൊക്കെ കണ്ടെത്താം. സുഹൃത്ത് ബോട്ടണി ആയതുകൊണ്ട് അവന് അത് വളരെ ഈസി ആയിട്ട് പറയാം. പക്ഷെ അതിന്ന് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് ആ റിതം കീപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് എത്ര എളുപ്പമല്ലെങ്കിലും. ഞാൻ ആ ആക്ടിവിസ്റ്റ് പാർട്ടിലേക്ക് തിരിച്ചു വരിക. സിനിമകൾ ഇപ്പം അപ്പാർട്ട് ഫ്രം നമ്മുടെ യമലോകം ക്യാൻസല് പ്രീമിയർ ചെയ്ത പടത്തിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ വേറെ ഏതെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടോ ചേച്ചിക്ക്? എൻ്റെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി പോലെയുള്ള എല്ലാ ഇതിനു ശേഷം
ബഹളങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പൊതുവെ കുറച്ച് പേർക്കൊക്കെ സിനിമ കുറവാണ്. പൊതുവിൽ തന്നെ സിനിമ എണ്ണം കുറവാണല്ലോ ഇപ്പോൾ. ഹൗസ് സർവൈവൽ ആ സർവൈവലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, ഞാനൊരു വെള്ളി സ്പൂൺ വെച്ച് വന്ന ഒരാളല്ലാത്തതുകൊണ്ടും ഏറ്റവും മിനിമലായിട്ട് ജീവിക്കാൻ ഏത് കാലത്തും ശീലിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്തതിൻ്റെ ചില മിച്ചമൂല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ പോകുന്നു. സിനിമ ഓഫ് കോഴ്സ് എൻ്റെ ഈ ഒരു ക്രൈസിസ് പീരീഡിൽ പെട്ടെന്ന് ആ സിനിമ സംഭവിക്കുന്ന തുടർച്ചയായിട്ട് എനിക്ക് സിനിമകൾ ഉണ്ടാകുന്നു. അതെന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാനും ഇതുവരെയുള്ള എൻ്റെ സർവൈവലിനൊക്കെ അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഫാർ ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഷോർട്ട് ഫിലിമും സീരീസും ഒക്കെ ചെയ്തു. സീരിയൽ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ സീരിയൽ ഇപ്പം നിന്നു പോയിരിക്കുക. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ചായിട്ടൊരു ക്രൈസിസ് ഉണ്ട്, വർക്കില്ല എന്നുള്ളത്. പക്ഷെ അതേ 2 കൊല്ലം എന്ന് പറയുമ്പോൾ ഇപ്പം അങ്കമാലി ഡയറീസിൽ തുടങ്ങി, അതുകൊണ്ട് ഐ ഹാവ് സീൻ യു ഇൻ സോ മെനി ഫിലിംസ്. 55ഓളം പടം ചെയ്തു ഞാൻ. വെരി ബ്യൂട്ടിഫുൾ റോൾസ്, വളരെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള. അതെ. അപ്പോൾ അതിനുശേഷം ഇപ്പൊ ഈ 2 കൊല്ലം എന്ന് പറയുന്നത് 2023 വളരെ ഈസിലി റിലേറ്റ് വിത്ത് കണക്റ്റഡ് വിത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചേച്ചിയുടെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇൻ WCC പബ്ലിക് സ്പേസുകളിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണോ? എനിക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ എന്നെ എടുത്തിട്ട് തന്നെ ഡേറ്റൊക്കെ തന്നതിന് ശേഷം മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് ആരോടും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറില്ല. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനിമയല്ലേ ചേച്ചി, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള വളരെ ഒഴുക്കൻ മറുപടിയൊക്കെയാണ് കിട്ടുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നിലും ജീവിതത്തിൽ സംഭവിക്കുന്നതിലൊന്നും അങ്ങനെ അത്ര വലിയ ആകുലതയൊന്നും കാണിക്കുന്ന ഒരാളൊന്നുമല്ല. വർക്കില്ല. പിന്നെ ഞാൻ ഒന്നിൻ്റെ ഒരു ഭാഗമല്ല. എനിക്കിപ്പോൾ ഒരു പ്രത്യേക കോക്കസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ അങ്ങനെയൊന്നും അല്ല. ഞാൻ വളരെ എപ്പോഴും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ഒരാൾ. സിനിമ വന്നാൽ ചെയ്യും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി നോക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇത്ര നാൾ ഞാൻ അങ്ങനെ നോക്കി, ഇപ്പോൾ 2 വർഷമായാലും ഒരു സിനിമ വന്നിട്ട് എന്നുള്ളത്. വന്നിട്ട് അല്ല, ശരിക്കും സിനിമ 3-4 എണ്ണം വന്ന് സിനിമകളൊക്കെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നുള്ള രീതിയിൽ നിന്ന് വിട്ടുപോവാണ്. അപ്പോൾ കിട്ടായികയല്ല പ്രശ്നം, എൻക്വയറികളില്ലാത്തതുമല്ല. അപ്പോൾ അത് എന്തായിരിക്കും പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് വാൺ ചെയ്യുന്ന കാര്യം, നീ കുറച്ചൊന്ന് മിണ്ടാതിരിക്കോ, എന്തിനാ ഇത്ര ലൗഡാവുന്നേ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ. എനിക്കിപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ലോകത്ത് ഒന്നിനു വേണ്ടിയിട്ടും പരുവപ്പെട്ട് സംസാരിക്കൽ നടക്കില്ല. അറിയുന്ന കാര്യം ആരെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാനതൊക്കെ പറയാൻ തയ്യാറാണ്. ഇനി അത് തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറാണ്. അപ്പം ഇതുവരെ നമ്മൾ ഇടപെട്ട കാര്യങ്ങൾ ഒരു മോശം കാര്യത്തിനാണെന്നോ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തിനെയോ ഇൻഡസ്ട്രീനെയോ തകർക്കാനല്ല, മറിച്ച് നമ്മൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യബന്ധങ്ങൾക്കും നല്ലൊരു വർക്ക് സ്പേസിന് വേണ്ടി തന്നെയാണ് പണിയെടുത്തതെന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു നിരാശയൊന്നും തോന്നുന്നില്ല. ആവശ്യമില്ല. അല്ല, ലൈഫിൽ നമ്മൾ ഏത് സമയത്ത് അങ്ങനത്തെ പൊസിഷൻ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി ഇനി പ്രത്യേകമായിട്ടൊരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടാക്കി ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി ചേച്ചി സ്വയം ഈ പറഞ്ഞ പോലെ എന്താ പരുവപ്പെടുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടി മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ചേച്ചിക്ക് തന്നെ ആയിരിക്കും മാനസികമായിട്ട് മാത്രമല്ല, അതിന്റെ കാര്യം എന്തെന്നുള്ളതാണ്. കാരണം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഭരണഘടനാപരമായ എൻ്റെ അവകാശം മാത്രമേ എല്ലായിടത്തും ഉപയോഗിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് ഭരണഘടനാപരമായ അവകാശം ഇല്ലെങ്കിലും മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ആലോചനകൾക്കൊപ്പം നിൽക്കാനേ പറ്റൂ. ഇതിപ്പോൾ അവകാശമായിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ശരിക്കും ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ, whoever has openly spoken, they have been put aside, and whoever has been എന്താ പറയുക, കോൾ ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ ഒരു സ്പേസ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അതിപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ WCC എന്നൊരു ഗ്രൂപ്പിന് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് മൊത്തം ഈ പ്രതിസന്ധി ഉണ്ട്. അതുമാത്രമല്ല, അതിലേക്ക് സിനിമ പഠിച്ചിറങ്ങി വരുന്ന പുതിയ പെൺകുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നത്തെ അല്ല ഉന്നയിക്കുന്നത്. പ്രിവിലേജ്ഡ് ആയ ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു അനിഷ്ട സംഭവത്തിൽ നിന്ന് ഇതെല്ലാം രൂപപ്പെടുമ്പോൾ പോലും അത് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത തൊഴിൽ മേഖലകൾക്ക് വേണ്ടുന്ന അക്കാഡമികൾ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യരൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണ്ടേ? പഠിച്ചിറങ്ങുന്ന ഒരുപാട് എഡിറ്റിങ്ങും ക്യാമറയും ഡിസൈനിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ചിറങ്ങുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇവരെവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ടാവണം, ഒരു നല്ല രീതിയിലുള്ള തൊഴിൽ ബന്ധങ്ങൾ രൂപപ്പെടണം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. ഇന്ന് ഗവൺമെൻറ്റും സമൂഹവും ഇൻഡസ്ട്രിയും മനസ്സിലാക്കണം. അതിനപ്പുറത്ത് ഇവിടെ വേറെ ഒരു തരത്തിലുള്ള അപകടകരമായ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഹെൽത്തി എക്സാക്ട്ലി, അത്രയേ ഉള്ളൂ. അത് നമ്മളൊരു പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതങ്ങനെ സംഭവിക്കുമ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഗുണപരമാവുന്ന എല്ലാ ജെൻഡറിനും വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. അതിലെങ്ങനെയായിരിക്കണം റെപ്രസെൻറ്റേഷനും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്തെങ്കിലും അത് സംഭവിക്കാതിരിക്കില്ല. This is a fight that has been started in 2017. It will eventually continue. Maybe it might take അതിന് സെറ്റ് ബാക്സ് ഉണ്ടാവാം, പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് ആകെയുള്ള ഒരു ഉറപ്പ് നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി, ഇങ്ങനെ ഒരു വർക്ക് സ്പേസിന് വേണ്ടി ആണെന്നുള്ളൊരു ധൈര്യത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇന്ത്യയിലെ തന്നെ ഫെമിനിസ്റ്റിക് മൂവ്മെന്റ് തുടങ്ങിയിട്ട് 50, 55, 60 വർഷം ആവുന്നേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഇത്രയും മാറ്റങ്ങളും ഇത്രയും ചേഞ്ചസും നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? അതെ അതെ, 1077 കൊല്ലല്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടായിട്ടുള്ളൂ. അതിനകത്തു നിന്നുള്ള നമ്മളുടെ എന്തെല്ലാം തരത്തിലുള്ള പഴയ ബോധ്യങ്ങളെയും ബോധങ്ങളെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുമായിരിക്കും. നമ്മളതിൽ നിരാശപ്പെടണ്ട. പിന്നെ നമ്മൾ ജീവിക്കുന്ന ലോകം അങ്ങനെയല്ലല്ലോ എന്നുള്ളത് ഒരു ഒരു നിരാശയൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മളൊരു നല്ല ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയാണെന്നുള്ള, അത് മണ്ടത്തരാണെങ്കിലും തൽക്കാലം ആ മണ്ടത്തരത്തിൽ നിൽക്കാനാണ് ഇഷ്ടം. ആ ഒരു ചിന്തയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടെങ്കിൽ പിന്നെന്താ, അത്രയല്ലേ ഉള്ളൂ. അല്ല, നമ്മളെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നിലനിർത്തുന്നത് ആ ഒരു ചിന്തയും ബോധ്യങ്ങളും ആണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി മാത്രം പണിയെടുത്താൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അതാണ് കാര്യം. അതല്ല, നമ്മളൊരു പൊസിഷൻ എടുക്കുന്നത് എന്താ, നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് റെവല്യൂഷണറി ആണോ ആവുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. സത്യത്തിൽ അത്രേ ഉള്ളൂ എന്ന് തോന്നണേ. സന്തോഷം, സമാധാനം. അതെ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ഞങ്ങളോട് ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്തതിന്. എനിക്ക് അതെ. താങ്ക് യു ഫ്രം മലബാർ ജേർണൽ ചേച്ചി.